Interview. Interview is one of the important step in selection procedure, and interview means deliberate active listening with a purpose to draw the other person out to discover what he really wants to say and to give a chance to express himself or herself freely. അല്ലേ? ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് അപ്ലിക്കൻസ് അല്ലേ? അത് ഓറലായിരിക്കാം, ഒബ്സർവേഷനിലായിരിക്കാം, പേഴ്സണൽ അപ്രൈസൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു സ്കോട്ട്, ആൻ ഇൻ്റർവ്യൂ ഇസ് എ പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, the answering of questions and communicating between two or more persons. So interviewലൂടെ candidate get information about the nature of job, compensation package, working conditions. The employer or organization gets the first hand information of the candidate and judge his potentiality. So that's why interview is a powerful exchange of ideas between two or more persons. Now we can go through the different types of employment interview. The different types of employment interviews are formal interview, informal interview, patterned interview, non-directive interview, depth interview, stress interview, group interview, broad interview, walk-in interview, campus interview, and exit interview. The first one is formal interview. Formal interview means it is a formal atmosphere. It is maybe conducted in the chamber of general manager or personal manager. The candidates are informed about the interview in advance. The place and date of the interview are shown in the interview card. So the candidates will get a sufficient time to prepare for the interview. ഫോർമൽ സ്ട്രക്ചറിലായിരിക്കും ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓൾറെഡി ഇൻഫോം ചെയ്തിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് പർട്ടിക്കുലർ ഡേറ്റിൽ ടൈമിലായിരിക്കും അവർക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. ഇൻ ഇൻഫോർമൽ ഇൻ്റർവ്യൂ it is an oral interview and it is conducted at any place. There is not a formal place, so it is not a planned interview. അപ്പോൾ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഫോർമൽ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഫോർമൽ മാനറിലോ ആയിരിക്കില്ല. ആൻഡ് ദ തേർഡ് വൺ ഈസ് പാറ്റേൺഡ് ഇൻ്റർവ്യൂ. പാറ്റേൺഡ് ഇൻ്റർവ്യൂ മീൻസ് പ്ലാൻ സിസ്റ്റമാറ്റിക്കലി. അപ്പോൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് മുൻപ് തന്നെ കാൻഡിഡേറ്റിനെ ഇൻഫോം ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്യും. ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഈ ഇൻ്റർവ്യൂകളുടെ എന്തൊക്കെ ഇൻഫോർമേഷൻസാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരമുള്ള ഇൻ്റർവ്യൂവിനെയാണ് നമ്മൾ പാറ്റേൺഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻഡ് ഇൻ്റർവ്യൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടെ ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കില്ല. കാൻഡിഡേറ്റ്സിന് അവരുടെ വ്യൂസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ കാൻഡിഡേറ്റ്സിൻ്റെ ഫീലിങ്സും ഡിസയേഴ്സും പ്രോബ്ലംസും എല്ലാം ഇൻ്റർവ്യൂവർക്ക് അനലൈസ് ചെയ്യാനും പറ്റും. അതിനെയാണ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. The next one is depth interview. Depth interview means അതും ഒരു planned interview തന്നെയാണ്. The questions are selected by the interview board in advance and the questions are asked to the candidate at the time of interview. It is mainly to know the in-depth knowledge of a candidate in a particular subject. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ്സിൻ്റെ നോളേജ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡെപ്ത് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഡെപ്ത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെസ് ഇൻ്റർവ്യൂ. സ്ട്രെസ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. സോ ഇൻ്റർവ്യൂ ബോർഡ് പർപ്പസ്ഫുള്ളി അതല്ലെങ്കിൽ ഒരു ബൈ നോയിങ്ലി ദേ ആർ ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ ദാറ്റ് മോട്ടിവേറ്റ്സ് കാൻഡിഡേറ്റ്സ് ടു റിയാക്ട്. അപ്പോൾ അതിനെയാണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഇമോഷണൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റിനെ അവർ കുറേ ഇമോഷണൽ സ്ട്രെയിനിലൂടെ കൊണ്ടുപോയിട്ട് അവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് റാപ്പിഡ് ഫയറിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസൊക്കെ ആയിരിക്കും
കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക സ്ട്രെസ് ഇൻ്റർവ്യൂവിൽ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. Group interview means the candidates are divided into group and each group is given a topic for discussion. The interviewer sits in the background and watches the discussion. After that, the interviewer observes who is leading the discussion and how each candidate is presenting his thought on the topic and how they are reacting. The candidates are selected on the basis of performance in GD, means group discussion. Okay, and the next one is board interview. Board interview means just opposite of group interview. Here a panel of interviewers are there. They are experts in different fields. അപ്പോൾ ഓരോ ഇൻ്റർവ്യൂവറും കാൻഡിഡേറ്റ്സിന് അതിനെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് കാൻഡിഡേറ്റ് ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ചെയ്യും പാനൽ മെമ്പേഴ്സ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബോർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പാനൽ. കുറേയധികം എക്സ്പേർട്സ് ആയിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർ ഓരോരോ ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റ്സ് എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു, എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യും. ആൻഡ് 9th one is walk-in interview. Walk-in interview means there will be a no formal application. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കോൾ ലെറ്ററോ അങ്ങനെയൊന്നും സെൻഡ് ചെയ്യില്ല. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന പ്ലേസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അഡ്വർടൈസ്മെൻറ്റിൽ. അതിനെ ബേസ് ചെയ്ത് അവർക്ക് ഇൻ്റർവ്യൂ പോയിട്ട് അറ്റൻഡ് ചെയ്യാം. കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. ക്യാമ്പസ് ഇൻ്റർവ്യൂ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ കോളേജ് ഓർ അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സോ പേഴ്സണൽസോ ആയിരിക്കും ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക ഒരു പ്രീ ഡിറ്റർമിൻ ഡേറ്റിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എക്സിറ്റ് ഇൻ്റർവ്യൂ. എക്സിറ്റ് ഇൻ്റർവ്യൂ മീൻസ് വൈ ദിസ് പേഴ്സൺ ഈസ് ലീവിങ് ഫ്രം ദിസ് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മളുടെ ഓർഗനൈസേഷനിൽ നിന്ന് ഈ പേഴ്സൺ ലീവ് ചെയ്ത് പോകുന്നതിനുള്ള റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഔട്ട് ഗോയിങ് എംപ്ലോയിയുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ് എക്സിറ്റ് ഇൻ്റർവ്യൂ.